ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും ഞാനിതിൽ കൃത്യമായിട്ട് അളവെല്ലാം പറയുന്നുണ്ട്. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചരി ഒന്ന് കുതിർത്ത് വയ്ക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ, ഇതുപോലത്തെ ഒരു കപ്പിൽ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് കഴുകിയ ശേഷം നിറയെ വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂറോളം നമ്മൾ ഈ പച്ചരി കുതിർത്തെടുക്കണം. ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചരി കുറേ സമയം കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു 5 മുതൽ 6 മണിക്കൂർ വയ്ക്കാം. നിങ്ങൾക്ക് ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഇതുപോലെ പച്ചരി കുതിർത്ത് വയ്ക്കണം. അപ്പം ഞാനിവിടെ നേരം വെളുത്ത ശേഷം ഇതുപോലെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചരിയുടെ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അതിൽ അരയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് പറയാമല്ലോ. ഇനി നമ്മളിത് അരച്ചെടുക്കുമ്പം ഇതിലേക്ക് ചേർക്കുന്നത് പാളയംകോടൻ പഴമാണ്. ഇത് മൈസൂർ പഴം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഒരു പഴം തന്നെയാണ് ഉണ്ണിയപ്പത്തിന് എടുക്കേണ്ടത്. നമ്മൾ 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഇതുപോലൊരു 3 പഴം ചേർത്ത് അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചരിയുടെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുന്നത് കൊണ്ട് പകുതിയായിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. പച്ചരിയുടെ ഒരു പകുതി ഭാഗത്തോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് മൊത്തം ഒരു 6 ഏലക്കായാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 3 എണ്ണത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ്. മൊത്തം ഒരു 1.5 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് അരയ്ക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ, 1.5 ടീസ്പൂണിൻ്റെ പകുതി 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. മൊത്തം 3 പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ പകുതി ഒരു 1.5 പഴം നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പ് എടുത്താൽ മതി. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചെടുക്കാം. മൊത്തം അരച്ച ശേഷം എത്രത്തോളം വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് അരയ്ക്കാൻ നേരത്ത് തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മളിത് തരിയായിട്ട് അരയ്ക്കുന്നൊക്കെ പറയാം, അങ്ങനെയല്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ള പച്ചരിയെല്ലാം ചേർത്തു. ഇനി 3 ഏലക്കായുടെ കുരു കളഞ്ഞ് ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തു. 1.5 പഴം ചേർത്ത് കൊടുത്തു. ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ അരച്ചതിലേക്ക് തന്നെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിതിൽ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി കൂടുതൽ വെള്ളം ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. 1/4 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ച് ചേർത്തതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണം നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാനായിട്ട്. നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 350 ഗ്രാം ശർക്കര എടുക്കുന്നതാണ് ഒരു മധുരം. ഇതിപ്പോൾ വലിയ മധുരം എന്നൊന്നും പറയാൻ പറ്റില്ല, ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടിയെടുക്കുക. നമ്മളിതിൽ അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര ഒന്ന് ഉടച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം വറ്റിപ്പോവുമല്ലോ. അപ്പോൾ വെള്ളം വറ്റിപ്പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. കുറേ നേരം അങ്ങ് കുറുകിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി തിളച്ച് കുറുകുമൊന്നും വേണ്ട. ഉടനെ തന്നെ നമ്മൾ ഇതിനെ ഒന്ന് അരിച്ച് മാറ്റാം. ഇതിൻ്റെ കട്ടകളും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്.
നമ്മളിത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിക്കേണ്ടത്. ഒരുമിച്ച് ഒഴിക്കുന്നില്ല, ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഞാനിപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി നമ്മുടെ മാവ് അങ്ങ് വെന്തു പോകും. അപ്പം അങ്ങനെ ചെയ്യരുത്. കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടും ചൂടാറാത്ത നല്ല ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ശർക്കര ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ഇതുപോലെ തന്നെ എടുക്കുക. തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/4 കപ്പ് മൈദ എന്ന അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് പച്ചരിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് മൈദയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനോടെ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ടിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും, നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുമ്പം ആ ഒരു ബാറ്റർ ഒരല്പം കൂടി ഒന്ന് തിക്കായിട്ട് വരും. കണ്ടോ, ഞാൻ 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി കേട്ടോ. 1/8 ടീസ്പൂൺ എന്ന് പറയില്ല, ആ ഒരു അളവിൽ നമ്മൾ സോഡാപ്പൊടി ചേർത്താൽ മതി. സോഡാപ്പൊടി നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ഒരു മാവ് ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ പിന്നെ ഈ സോഡാപ്പൊടി ചേർക്കണമെന്നില്ല. അതല്ല, ഞാനിതൊരു 3 മുതൽ 4 മണിക്കൂർ വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ അത്രയും സമയം നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതുപോലെ സോഡാപ്പൊടി ചേർക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളമോ ശർക്കരപ്പാനി ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അല്പം മാത്രം 1-2 സ്പൂൺ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. വെള്ളത്തിന് പകരം ശർക്കരപ്പാനി ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യിൽ നാളികേരക്കൊത്തൊന്ന് വറുത്ത് ചേർക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചൂടാവാൻ വെച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കനം കുറച്ച് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറിലേക്ക് ആയാൽ മതി. തീരെ അങ്ങ് കളർ മാറാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ, കറുത്ത എള്ളുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എള്ള് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ തീ അങ്ങ് ഓഫാക്കിയിട്ടുള്ളൂ കേട്ടോ. എള്ള് ചേർത്ത് കുറേ നേരം അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എള്ള് വെറുതെ ചേർത്താലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ചൂടാക്കി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു കൂട്ടിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ശേഷം മാത്രമാണ് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിക്കരുത്. ആ ഒരു ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറയുമ്പം ഈ ഒരു ബാറ്ററിലേക്ക് ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോട് കൂടി തന്നെ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും വേണ്ട. ഉടനെ തന്നെ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം. നെയ്യപ്പമല്ല, ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പം ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിലിച്ചിരി നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇച്ചിരി മതി, നെയ്യൊന്ന് ചേർത്താൽ മതി. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അറ്റത്തെ ഭാഗത്തേക്കുള്ള ഹോളുകളിൽ ആദ്യം മാവ് ഒഴിക്കുക. അതിന് ശേഷം മാത്രം നടുവിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ നടുവിൽ ഇച്ചിരി ചൂട് കൂടുതലായിരിക്കുമല്ലോ, അത് അവസാനം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നും ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടില്ലേ, കാണുമ്പോൾ അറിയാലോ മാവ് ഇങ്ങനെ ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഒരു 10-30 സെക്കൻഡിന് ഉള്ളിൽ തന്നെ അങ്ങനെ വരും. അപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് ആ ഒരു നല്ല ഷേപ്പ് കിട്ടുന്നത്. പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡൊന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടിയിടരുതേ. ഈ ഒരു സമയത്തൊക്കെ തീ ഒരു ലോ മീഡിയത്തിലേക്ക് ഇട്ടാൽ മതി. തീ വല്ലാതെ കുറച്ച് വിടണ്ട, എന്നാലും ഒരു ലോ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അധികം കുഴിയില്ല. അപ്പം മറ്റേ കല്ലിൻ്റെ ഒക്കെ പാനാണെങ്കിൽ നല്ല കുഴിയുണ്ടാവും. അപ്പോൾ നല്ല ബോൾ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടിപ്പം ഞാനിതുപോലെ ഒന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഞാനിതിൻ്റെ പുറംഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പുറംഭാഗം നല്ല ഹാർഡാണ്, കണ്ടല്ലോ. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഹാർഡാണ്, അതിൻ്റെ ബാക്ക് നോക്കൂ, കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഇതുപോലെ ചെയ്യുമ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്